എല്ലാവർക്കും നമസ്കാരം. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, അതേപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവയുടെ പ്രവർത്തനത്തിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപ്രകാരം സംസ്ഥാന സഹകരണ സംഘങ്ങൾ, അതേപോലെ തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിലത്തെ നിക്ഷേപകർ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നത് വളരെ വിശദമാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള കേന്ദ്ര ഫിനാൻഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനം സഹകരണ മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതാണ് പുതിയ പ്രഖ്യാപനം. ഇതിപ്പോൾ നിലവിൽ രാജ്യത്തുള്ള പൊതുമേഖലാ ബാങ്കുകളിൽ, അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ പ്രവർത്തനത്തിലാണ് കേന്ദ്ര ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നിലവിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഇടപാടുകൾ നടത്തുന്നത് കേന്ദ്ര ഫിനാൻഷ്യൽ ഇൻ്റലിജൻസിനെ അറിയിക്കണം നിലവിലുള്ള ബാങ്കുകൾ. ഈ ഒരു പ്രവർത്തനം സഹകരണ മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. അതായത് രാജ്യത്ത് നടന്നു വരുന്ന കള്ളപ്പണ ഇടപാടുകൾ, അതേപോലെ തന്നെ സാമ്പത്തിക തീവ്രവാദം, മറ്റു തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര ഫിനാൻഷ്യൽ ഇൻ്റലിജൻസിനെ പൂർണ്ണമായിട്ടും സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏർപ്പാടാക്കുന്നു എന്നുള്ളതാണ് പുതിയ പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാവുന്നത്. ഇതനുസരിച്ച് സഹകരണ സംഘങ്ങൾ 10 ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള ഇടപാടുകൾ, അതേപോലെ തന്നെ കള്ളപ്പണ ഇടപാടുകൾ, സംശയാസ്പദമായ സാഹചര്യത്തിൽ നടത്തുന്ന ഇടപാടുകൾ, മറ്റൊരു രാജ്യത്തിലേക്ക് 5 ലക്ഷത്തിൽ കൂടുതൽ അയക്കുന്ന ഇടപാടുകൾ, ഇത്തരം ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അത് കേന്ദ്ര ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് വിഭാഗത്തിനെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് നിലവിൽ കേന്ദ്ര കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്ട്രാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ അവസരത്തിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളുമായി ബന്ധപ്പെട്ടാണ് പ്രഖ്യാപനം വന്നിട്ടുള്ളത്. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ അത് സംസ്ഥാന സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട രജിസ്ട്രാർക്ക് ഇതിൻ്റെ നിർദ്ദേശം കൊടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത് നോൺ പ്രോഫിറ്റ് മോട്ടീവ് ഓർഗനൈസേഷൻസുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ട്രസ്റ്റുകൾ നടത്തുന്ന 10 ലക്ഷത്തിൽ കൂടുതലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഏതെങ്കിലും സഹകരണ സംഘവുമായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കേന്ദ്ര ഇൻ്റലിജൻസ് വിഭാഗത്തിനെ അറിയിക്കണം എന്നുള്ള നിർദ്ദേശമാണ്. അതേപോലെ തന്നെ സംശയാസ്പദമായ സാഹചര്യത്തിലുള്ള കാര്യങ്ങൾ 7 ദിവസത്തിനകം തന്നെ കേന്ദ്ര ഇൻ്റലിജൻസിനെ അറിയിക്കണം എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് കേന്ദ്ര ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക്, അതായത് കേന്ദ്ര കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും സംസ്ഥാന സഹകരണ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിലവിൽ കേന്ദ്ര സഹകരണ സംഘം രജിസ്ട്രാർക്ക് ഈ പറഞ്ഞ കേന്ദ്ര ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് നിർദ്ദേശം നൽകിയിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകളാണ്, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇടപാടുകളൊക്കെ എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ നിരീക്ഷിക്കണം, അതേപോലെ തന്നെ എത്ര ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും സംസ്ഥാന സഹകരണ രജിസ്ട്രാർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ള നിർദ്ദേശം പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നിക്ഷേപം നടത്തുന്ന ആളുകൾ സ്വന്തം നിക്ഷേപത്തിൻ്റെ സ്രോതസ്സ്, അതേപോലെ തന്നെ നിക്ഷേപം സ്വീകരിക്കുന്ന ബാങ്കുകൾ, ഈ നിക്ഷേപത്തിൻ്റെ ജെന്യൂനിറ്റി, ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അധ്വാനിച്ച് സമ്പാദിക്കുന്ന സംഖ്യ അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു നിർദ്ദേശം വളരെ കാര്യമായി തന്നെ സഹകരണ സംഘങ്ങളാണെങ്കിലും നിക്ഷേപകരാണെങ്കിലും സ്വീകരിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരു പുതിയ വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.